നീ ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ആ കുട്ടി പോയത് കണ്ടോ? അതാ ജനിച്ച കുടുംബത്തിന്റെ മഹത്വം. അത് മനസ്സിലാവണമെങ്കിലേ ആടയാഭരണങ്ങളൊക്കെ ഇട്ട് ആളുകളെ ഭ്രമിപ്പിച്ച് നടന്നാ പോരാ. നല്ല ഒരു മനസ്സ് വേണം അവളെ പോലെ. എടാ, നീ എഴുന്നേറ്റ് റെഡിയാവും. എഴുന്നേക്ക. കരുതി കൂട്ടി ഇറങ്ങി തിരിച്ചിരിക്കാൻ. പക്ഷേ നിന്നെ കൊണ്ട് എത്ര നാൾ ഇതിനൊക്കെ കഴിയുമെന്ന് എനിക്കൊന്ന് അറിയണം. ശ്യാമേ, ഇനി എത്ര നാളും നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും? എനിക്കറിയില്ല. എൻ്റെ മോളെ ഭഗവാൻ എനിക്ക് കാണിച്ചു തരുന്നവരെ. ചേച്ചി, ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിക്കാം. എന്താണ്? എനിക്ക് ആ ക്ഷേത്രത്തിലെ തിരുമേനോടൊന്ന് ചോദിക്കണം, അവിടെ രാപ്പകൽ ഉപവാസം ഇരിക്കാൻ പറ്റുമെന്ന്. അല്ല, അതെന്തിനാ? അവരതിനനുവദിക്കുമെങ്കിൽ ഞാനിരിക്കും. ദിവസമൊന്നും ഞാൻ നിശ്ചയിച്ചിട്ടില്ല, ഒരു നിശ്ചയമില്ല. ഒന്നുകിൽ ആ ഉപവാസം തീരുന്നതിനിടയിൽ ഭഗവാൻ എൻ്റെ മോളെ കാണിച്ചു തരും, അല്ലെങ്കിൽ ഭഗവാന്റെ നടയിൽ തന്നെ എനിക്ക് അവസാനിക്കാലോ. എന്തൊക്കെയാ ശ്യാമേ നീ പറയുന്നേ? അങ്ങനൊന്നും ചിന്തിക്കണ്ട. ജന്മത്തിനോ അർത്ഥമില്ല. മരണം കൊണ്ടെങ്കിലും എൻ്റെ മൂക്ക് അല്പം പുണ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. മതി മതി, ഞാൻ ചോദിച്ച കാര്യം തിരിച്ചെടുത്തു. തൽക്കാലം നമ്മൾ ആദ്യം പൂക്കടയിലേക്ക് പോകുന്നു. വേണ്ടുന്ന പുഷ്പങ്ങൾ വാങ്ങി അമ്പലത്തിലെത്തുന്നു. തിരുമേനയോട് പറഞ്ഞിട്ട് ഇന്നും പ്രത്യേക വഴിപാട് നടത്താൻ പറയണം. കാണാത്തതിലും നിരാശയുണ്ടെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷ നിത്യേന വർദ്ധിക്കുക. മനസ്സിലാവും. നടക്കും. ഭഗവാൻ എല്ലാം നടത്തും. ഇന്നെന്താ തിരുമേനി, പ്രത്യേക പൂജ വല്ലതും ഉണ്ടോ? പൂജയല്ലടോ, നമ്മുടെ നാട്ടിലൊരു സിനിമാ ഷൂട്ടിങ്ങുകാർ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് അവർ പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ അവർ ഷൂട്ട് ചെയ്യാൻ വരുന്നു. അപ്പൊ തിരുമേനിക്ക് കോളടിച്ചല്ലോ. നമുക്കതിൽ എന്താടോ പ്രത്യേകത? അവര് വരുന്നു, അവരുടെ ആവശ്യം കഴിഞ്ഞ് പോകുന്നു. സാധനങ്ങൾ എന്തൊക്കെയാ അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പൂജാ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ സംഘടിപ്പിക്കുമെന്ന് അവർ ചോദിച്ചു. അതാ ലിസ്റ്റിലുള്ള എല്ലാം എടുത്തു. ഹാരം എത്രയാ വേണ്ടേ? ഒരു 5 ആയിക്കോട്ടെ. ശരി. ശ്യാമ, പൂക്കള് ആ പൂക്കടയിൽ നമുക്ക് വാങ്ങിക്കാം. ഞാൻ പോയിട്ട് വരാം. ചേച്ചി, ഞാനും കൂടി വരാം. എന്തിനാ വെറുതെ? ആളുകളുണ്ടോ, പരിചയപ്പെടാനൊക്കെ വരില്ലേ? അത് സാരമില്ല, ഞാനും വരാം. എല്ലാം എടുത്തല്ലോ അല്ലേ? എടുത്തു തിരുമേനി. ഈ ഷൂട്ടിംഗുകാരുടെ രീതികളൊന്നും എനിക്ക് പരിചയമില്ല. എന്ത് സ്വഭാവക്കാരാണാവോ? നല്ല ആൾക്കാരാച്ചാ, ഞാൻ കണ്ടതല്ലേ. സിംഗർ ശ്യാമ മേഡം അല്ലേ? അതെ. നമുക്കൊരു സെൽഫി എടുത്താലോ? വാ മേഡം, ഞാൻ മേഡത്തിന്റെ വലിയൊരു ആരാധികയാണ്. മേഡം പാടിയ എല്ലാ പാട്ടുകളും ഞാൻ കേട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ.
മേഡം എവിടെ പോകാൻ വന്നതാ? ഞങ്ങള് കുറച്ച് പൂക്കൾ വാങ്ങിക്കാൻ വന്നതാ അമ്പലത്തിൽ പോകാനായിട്ട്. കണ്ടതിൽ വലിയ സന്തോഷം മേഡം. സന്തോഷം. ഒരു സെൽഫി എടുത്തോട്ടെ? എടുത്തോളൂ. ശരി, ആ പോവാ മോളെ. ആ ദേ, ആ പോകുന്ന കുട്ടി ശ്യാമമ്മയുടെ പോലെയല്ലേ കാണാൻ? അതെ, അത് ശരിയാണല്ലോ. മേഡം, ഇപ്പൊ അങ്ങോട്ട് പോയ കുട്ടി മേഡത്തിന്റെ മോളാണോ? ആ കുട്ടി മേഡത്തിനെ പോലെ തന്നെ ഇരിക്കുന്നേ. എവിടെയാ കുട്ടി? ദേ, അങ്ങോട്ട് പോയത്. ശ്യാമ, ശ്യാമേ, 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 കണ്ണുറക്ക്. ശ്യാമേ, മാഡം, ശ്യാമേ, ശ്യാമേ, കണ്ണുറക്ക്. ശ്യാമേ, വെള്ളം. ശ്യാമേ, അയ്യോ, ശ്യാമേ, ഒന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കോ. ഡോക്ടർ, ഇത് ശ്യാമയാണ്, സിംഗർ. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു വണ്ടി വന്നിടിച്ചതാ. ഡോക്ടർ പ്ലീസ്. ഡോണ്ട് വറി, ഞാൻ നോക്കട്ടെ. ഡോക്ടർ, തലയിലെ മുറിവിന് അല്പം ആഴമുണ്ട്. ഞങ്ങളൊന്ന് വിശദമായി നോക്കട്ടെ. സർ, എനിക്കൊന്ന് 2 കോൾ ചെയ്യണം. പ്ലീസ്, നിങ്ങളത് ചെയ്തോളൂ. അകത്തേക്ക് കൊണ്ടുപോയി. എന്തായി മോളെ, ഒരുക്കങ്ങളൊക്കെ കഴിയാറായോ? ആ
കഴിയാറായി അച്ഛാ. എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്കുക. കുമാട്ടി, എന്ത് ചെയ്യുവാണെങ്കിലും തിരുമേനോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. ശരി. ഓ, തിരുമേനി നമസ്കാരം. നമസ്കാരം. സത്യത്തില് ഞാൻ കണ്ടുവച്ച ക്ഷേത്രത്തിന് പകരമെന്നുള്ള രീതിയിലാണ് ഇവിടെ വന്ന് കണ്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെയാണത് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നതെന്ന്. അത്രയ്ക്കൊരു പോസിറ്റീവ് വൈബുണ്ട് ഇവിടെ. ഭഗവാന്റെ ചൈതന്യത്തിന് ഒരു കാലത്തും ഒരു കുറവും വന്നിട്ടില്ല ഇവിടെ. എല്ലാം നന്നായി നടക്കും. സർ, ഇന്ന് വിനയ മാഡം ഉണ്ടോ? ഉണ്ട്. എപ്പോഴെത്താ? വിനയ മേഡത്തെ വെച്ച് ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് എത്തും. ശരി അച്ഛാ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. എക്സ്ക്യൂസ് മീ. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു. പേര്? രാധിക. പൂജാരിയുടെ മകളാണല്ലേ? അവിടെ പറയുന്ന കേട്ടു. അതെ. ഞാൻ ഈ പാരമ്പര്യത്തോടും പൈതൃകത്തോടും ഒക്കെ അല്പം താല്പര്യമുള്ള കൂട്ടത്തില. ഒരുപക്ഷെ അങ്ങനൊരു അറ്റ്മോസ്ഫിയർ ജീവിക്കുന്നുണ്ടായിരിക്കാം തന്നോടെന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു. എനിക്ക് പോണം സർ. ഒരു മിനിറ്റ്. ഞാൻ പറയുന്ന കേട്ട് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. എത്രയോ പേരെ, ആരാധികമാരെ ഉൾപ്പെടെ നിത്യനെ കാണുന്നു ഞാൻ. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത, ഐ മീൻ ഈ ഇന്നസെൻസ്. അതാ തന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. സിനിമാ നടനാണല്ലോ, ഒരുപാട് ബന്ധങ്ങളുണ്ടാവുമല്ലോ എന്നൊന്നും മനക്കണക്ക് കൂട്ടിക്കളയരുത്. ജീവിതത്തിന് ഒരു ശുദ്ധി വേണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സോ എൻ്റെ ഇഷ്ടവും എൻ്റെ പ്രണയവും ഒക്കെ ഞാൻ വിവാഹം കഴിക്കുന്ന കുട്ടിക്ക് മാത്രമാണോന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, എന്നോടെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊരു പ്രപ്പോസലിന് പറ്റിയ സ്ഥലമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഭഗവാന് വേണ്ടി ജീവിക്കുന്ന തന്നോട് ഇതിനേക്കാൾ ഏത് നല്ല അന്തരീക്ഷത്തിലെ പറയാൻ പറ്റുക? എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. നമുക്കൊരു ലവ് സ്റ്റോറിയുടെ ആവശ്യമൊന്നുമില്ല. എൻ്റെ വിവാഹത്തിൻ്റെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ഞാൻ വീട്ടിലറിയിച്ചാൽ അവർ തൻ്റെ വീട്ടിലേക്ക് വന്ന് പെണ്ണ് കാണാൻ സമ്മതമാണെങ്കിൽ തനിക്ക് സമ്മതമായിരിക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് ഞാൻ അല്ല. ഇപ്പൊ ഒന്നും പറയണ്ട, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യും. ജീവ, ഷോട്ട് റെഡിയാണ്.
ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. ആ ശരി സാർ. ശരി, നമുക്ക് കാണാം. ആ റെഡി മാഡം. റെഡിയാണ്. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഭഗവാനെ രക്ഷിക്കണേ. ആ ജീവ എൻട്രി. അയ്യോ അയ്യോ കട്ട് കട്ട്. ഇതാരാ അടുക്ക് കയറിയത്? ഛെ. കൈ പൊള്ളി. അയ്യോ, കൈ വല്ലാതെ പൊള്ളിയിട്ടുണ്ടല്ലോ. അതവർ നോക്കട്ടെ മാഡം, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. എന്താ സാർ ഇത്? എന്നെ രക്ഷിക്കാനല്ലേ ഈ കുട്ടി നോക്കിയത്? ഈ കുട്ടിയുടെ കൈ പൊള്ളിയത് കണ്ടില്ലേ? അതിനുള്ള പരിഹാരം ചെയ്തിട്ട് മതി ഷൂട്ടിംഗ് ഒക്കെ. അല്ല, സിനിമാക്കാരാണെന്ന് കരുതി മനുഷ്യത്വം പാടില്ലാന്നുണ്ടോ? ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. സുബിൻ എന്താന്ന് വെച്ചാൽ ചെയ്യും. മോളെ, പൂജ കഴിഞ്ഞിട്ടില്ല. പിന്നെ അച്ഛൻ എങ്ങനെയാ മോളുടെ കൂടെ ഇപ്പൊ വരിക? തിരുമേനി പേടിക്കണ്ട, ഹോസ്പിറ്റലിൽ ഞാൻ കൂടെ പോയിക്കോളാം. അയ്യോ, നിങ്ങൾക്കൊക്കെ ജോലി ഉള്ളതല്ലേ ഇവിടെ? എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരാളെ നോക്കേണ്ടത് എന്റെ കടമയാണ്. സ്വന്തം അനുജത്തിയെ കൊണ്ടുപോകുന്നത് പോലെ ഞാൻ കൊണ്ടുപോയിക്കോളാം. മാം, ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയിക്കോളാം. നോ, താൻ പോയി പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ. ഞാൻ പോകുന്നുണ്ട് രാധികയുടെ കൂടെ. സോറി സർ, ഇത്തരം സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. ഇതിന്റെ പേരിലുണ്ടാവുന്ന എന്ത് നഷ്ടവും ഞാൻ പരിഹരിച്ചു തരാം. കുഴപ്പമില്ല മാഡം, ഞാനിവിടുന്ന് നെയ്യോ മറ്റോ അടുത്ത് തേച്ച് നോക്കാം. വേണ്ട, അത് എനിക്കൊരു മനസമാധാനം കിട്ടില്ല. തിരുമേനി, ഞങ്ങൾ പോയിട്ട് വരാം. മനസ്സങ്ങ് വല്ലാതായി പോയല്ലോ. ഒന്നും സംഭവിക്കില്ല തിരുമേനി. ഈ നടയിൽ വെച്ച് സംഭവിച്ച കാര്യമല്ലേ? തിരുമേനിയുടെ മോളല്ലേ? ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിളിക്കാം. പോയിട്ട് വാ മോളെ, അച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിച്ചോളാം. മാഡം, ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പോവാം. ആ ശരി, വാ. ഡോക്ടർ, ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട്?
ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മേ ബി ബ്ലഡ് കൊടുക്കേണ്ടി വരും. അയ്യോ നിങ്ങളുടെ ആളുകളൊന്നും ഇതുവരെ എത്തിയില്ലേ? ഡോക്ടർ, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ശ്യാമയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഐശ്വര്യ. അതുമല്ല, സെക്രട്ടറി മാലിനി റീച്ചബിളും അല്ല. നോക്കൂ, ബ്ലഡ് അത്യാവശ്യമായിട്ട് വേണം. അയ്യോ, റെയർ ഗ്രൂപ്പാണ്. ഇവിടെ ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ സ്റ്റോക്കും ഇല്ല. ആരെങ്കിലും ഒന്ന് കണക്ട് ആവുന്നത് വരെ. ശ്യാമമ്മയുടെ ഇത്ര പോപ്പുലറായ ഒരാളല്ലേ, ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് മതിയല്ലോ ഇതൊന്ന് പരിഹരിക്കാൻ. എത്രയോ ആരാധകരുള്ളതാണ്. ഞാനൊന്ന് നോക്കട്ടെ ഡോക്ടർ. ഓക്കെ, എത്രയും പെട്ടെന്ന് വേണം. ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യണം. ശരി ഡോക്ടർ. ശരി. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും അറിയും. ശ്യാം ഒരിക്കലും അത് അംഗീകരിക്കില്ല. വേറെന്തെങ്കിലും വഴി നോക്കാം.